2022 റിലീസായ സിനിമയാണ് സോറി അബൌട്ട് ദ ഡീമോൺ. ഈ ഒരു സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സിനിമയുടെ തുടക്കം തന്നെ കാണുന്നതാണെങ്കിൽ ഒരു കുടുംബത്തെയാണ്. അത് കുടുംബമാണെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ഒരു കൊച്ചാണെങ്കിൽ ആ ഒരു കൊച്ചിൻ്റെ മുറിയിൽ കിടന്നിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ടും ബഹളം വെച്ച് കരയാണ്. ഇതെന്താണ് സംഭവം എന്ന് അറിയാനായിട്ടാണെങ്കിൽ തൻ്റെ മാതാപിതാക്കളാണെങ്കിൽ ആ ഒരു മുറിക്കകത്തേക്ക് വരികയാണ്. വരുമ്പം ആ മാതാപിതാക്കളെ കാണുകയാണെങ്കിൽ തൻ്റെ മകളുടെ മേത്താണെങ്കിൽ ഒരു ബാധ കയറുകയാണ്. ആ ബാധയാണെങ്കിൽ ആ സൗണ്ട് എല്ലാം കേൾപ്പിച്ച് കിടന്ന് കരയുന്നത്. അപ്പം ഈ ഒരു മാതാപിതാക്കൾ ചോദിക്കുകയാണ്, ഞങ്ങൾ വിട്ട് പോവുക, അതിനുവേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ ഒരു ബാധ പറയുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ മനുഷ്യബലി അർപ്പിക്കണം, എന്നാലേ ഞാൻ ഈ ഒരു കൊച്ചിനെ വിട്ട് പോകൂ എന്ന് പറയുകയാണ്. അതിന് ഒരു വേണം വേണ്ട എന്നൊരു സെറ്റപ്പിലാണെങ്കിൽ ആ മാതാപിതാക്കൾ അതിനെ സമ്മതിക്കുകയാണ്. അന്നേരം തൽക്കാലത്തിനാണെങ്കിൽ ആ ഒരു കൊച്ചിനെ വിട്ട് ആ ഒരു ബാധ പോവുകയാണ്. ഇതിനു ശേഷം നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ കഥാനായകനാണ്. കഥാനായകന്റെ പേര് വില്ല് എന്നാണ്. ഈ വില്ലാണെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഈ ഒരു ജോലിയുടെ പ്രഷറും സാമ്പത്തികമായിട്ടുള്ള പ്രഷറും കാരണം ഈ വില്ലാണെങ്കിൽ ആകെ തളർന്നിരിക്കുകയാണ്. ഈ ഒരു വില്ലാണെങ്കിൽ ഒരു കാമുകി ഉണ്ടായിരുന്നു. ഈ കാമുകിയാണെങ്കിൽ ഈ വില്ലിൻ്റെ അടുത്തൊന്ന് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും സമയം കണ്ടെത്താറില്ല, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഈ ഒരു കാമുകിയാണെങ്കിൽ ഈ ഒരു വില്ലിനെ വിട്ട് പോവുകയാണ്. സത്യം എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് പ്രഷറും കാരണം സാമ്പത്തികമായും ആകെ തളർന്നിരിക്കുന്ന ആൾക്ക് കാമുകിനെ ശ്രദ്ധിക്കാറില്ല എന്നതാണ് കാരണം. അപ്പം വില്ലാണെങ്കിൽ ഒരു വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ തനിക്ക് എന്തിനാണ് ഇത്ര വലിയ വീട്, ചിലവ് കുറയ്ക്കാം എന്നൊക്കെ ഓർത്ത് ആ ഒരു വീട്ടിൽ നിന്ന് മാറുകയാണ്. ഈ വീട്ടിൽ നിന്ന് മാറി പുതിയൊരു മുറി കണ്ടെത്താനായിട്ട് വരുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം മുമ്പ് കണ്ടില്ലായിരുന്നു ഒരു വീട്, പ്രേതബാധ എല്ലാം ഉള്ളത്, ആ ഒരു വീട്ടിലേക്കാണ് വരുന്നത്. അപ്പം ഈ ഒരു പ്രേതബാധ കാര്യങ്ങളൊന്നും ആ ഒരു വീട്ടിൽ പറയുന്നില്ല. ഈ വീടാണെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ടാണെങ്കിൽ ആ ഒരു വീട്ടുകാർ അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു വീട്ടുകാരെല്ലാം പോയതിനു ശേഷമാണെങ്കിൽ വില്ലാണെങ്കിൽ ആ ഒരു വീടിനകത്തേക്ക് കയറിയപ്പോഴാണെങ്കിൽ ഈ ഒരു കാമുകിയുടെ മെസ്സേജ് കാണുകയാണ്. എന്ന് വെച്ചാൽ വില്ലിനെ എത്തിച്ചു പോയ ആ ഒരു കാമുകി ഈ ഒരു വില്ലിൻ്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിന്റെ അഡ്രസ്സ് തരാൻ പറഞ്ഞിട്ട് ആയിരുന്നു ആ മെസ്സേജ്. അതിന് വില്ല് ആലോചിക്കുകയാണ്, ഇവൾക്ക് എന്തിനാണ് എൻ്റെ അഡ്രസ്സ്, കാര്യം ഇവിടെ എന്നെ ഓൾറെഡി ഇട്ടിട്ട് പോയതാണല്ലോ എന്നോർത്ത് എന്തിനാണ് എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു വില്ല് ആ ഒരു അഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം കാണുന്നതാണെങ്കിൽ ഈ ഒരു വില്ലാണെങ്കിൽ വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുകയാണ്. ആ ഒരു സൗണ്ട് എന്താണെന്ന് നോക്കാൻ കഥ തുറന്ന് നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ഒന്നും കാണാനായിട്ടൊന്നുമില്ല. ആ ഒരു സമയത്താണെങ്കിൽ തൻ്റെ പുറകിൽ ഉള്ള കണ്ണാടി കൂടെ ഒരു പ്രേതത്തിൻ്റെ നിഴലിൽ പോവാണ്. പക്ഷെ അത് വില്ല് കാണുന്നില്ല, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ലല്ലോ എന്നൊക്കെ കരുതി കഥ എല്ലാം അടച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പുറത്ത് നിന്ന് ഒരു ഓർഡർ കേൾക്കുകയാണ്. അത് ആരാണ് വണ്ടി വന്നേക്കണം എന്ന് നോക്കാൻ പോയപ്പോഴാണെങ്കിൽ വില്ല് കാണുന്നത് അത് തൻ്റെ പഴയ കാമുകയാണ്. അപ്പോൾ എന്താ വന്നതെന്ന് വെച്ചാൽ ഒരു വില്ല് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് കമ്പനിയിലായിരുന്നു. അവിടത്തെ കുറേ ടൂത്ത് പേസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ലിയോയുടെ കാമുകിയുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തിരിച്ചേൽപ്പിക്കാനായിട്ടാണ് ഈ ഒരു കാമുകി വന്നത്. അപ്പം വന്നപ്പോഴാണെങ്കിലും വലിയ കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല ഈ ഒരു വില്ലിനെ. ഒരു ടൂത്ത് പേസ്റ്റുള്ള ബോക്സ് ആണെങ്കിൽ ആ ഒരു വീടിനെ പുറത്ത് വെച്ചിട്ട് ഒരു വില്ലിനെ കാണാത്ത രീതിയിലാണെങ്കിൽ വലിയ കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്യാതെ തിരിച്ചു പോവുകയാണ്. ഈ ഒരു ബോക്സ് എടുത്തിട്ടാണെങ്കിൽ തൻ്റെ വീടിൻ്റെ ഉള്ളിലെ താഴെയുള്ള ഒരു മുറിയെ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിനു ശേഷം കാണിക്കുന്നതാണെങ്കിൽ വില്ലവായിട്ട് കിടക്കാൻ പോകുന്ന ഒരു സീനാണ്. അവ കിടക്കുന്ന സമയത്താണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുകയാണ്, ഇന്നത്തെ എൻ്റെ ബലൂസ്റ്റു നീയാണ് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് അറിയാനായിട്ടാണെങ്കിൽ വലിയ ടോർച്ചും കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണെങ്കിൽ ആ ഒരു താഴെയുള്ള റൂം ഉണ്ടല്ലോ അവിടെ ചെന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ഒരു ഹെഡ്സെറ്റും ചെറിയ സ്പീക്കറും കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും ആ സൗണ്ടും എല്ലാം കേട്ടതെന്ന് വില്ല് വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഹെഡ്സെറ്റ് എടുത്ത് ചെവി വെക്കുമ്പോഴാണെങ്കിൽ സിനിമാ പാട്ട് കേൾക്കുകയാണ്. അപ്പോൾ അത് കണ്ട് വില്ല് പേടിച്ചിട്ട് തൻ്റെ ഉറക്കമെല്ലാം കളഞ്ഞു ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. വില്ല് വീണ്ടും പോയി കിടന്നുറങ്ങാൻ നോക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു സൗണ്ട് വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല പോരാത്തതിന് വില്ലിനെ ആരോ ഉന്തി തള്ളി കട്ടിലിൽ നിന്ന് താഴെ ഇടാനായിട്ട് നോക്കുന്നുമുണ്ട്. അപ്പം വെളുപ്പിനായപ്പോഴത്തേക്കും ഇനി എഴുന്നേറ്റ് പോയേക്കാം എന്നോർത്ത് വില്ല് എഴുന്നേറ്റ് രാവിലത്തെ കാപ്പി കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ ആണെങ്കിൽ ഒരു ഓവനിലാണെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു കേക്കിൻ്റെ പുറത്താണെങ്കിൽ നിന്റെ ആത്മാവിനെ എനിക്ക് ഇന്ന് വേണമെന്ന് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണെങ്കിൽ ഒരു വില്ലിൻ്റെ കൂട്ടുകാരനെ
വെച്ച് പറയുകയാണ്. ആ ഒരു കൂട്ടുകാരൻ അവിടെ വന്നിട്ട് പറയാണ് നമുക്കിത് പോലീസിനെ അറിയിക്കാം എന്ന് പറയുന്നുണ്ട്. അതിന് മില്ല് പറയാണ് ഇത് വേണ്ട, ഞാനിവിടെ താമസിക്കുന്ന കാര്യം ആകെ അറിയാവുന്നതാണെങ്കിൽ എൻ്റെ ആ ഒരു പഴയ കാമുകിക്ക് മാത്രമാണ് എന്ന് പറയാണ്. അപ്പോൾ ആ ഒരു കൂട്ടുകാരൻ പറയാണ് അവൾക്ക് നിന്നെ പ്രേമിക്കാനാണെങ്കിലും നിന്നെ കൊല്ലാനാണെങ്കിലും ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്കിത് പോലീസിനെ അറിയിക്കാം എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ വില്ല് പറയാണ് അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അന്നേരം നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ ആ ഒരു കൂട്ടുകാരൻ അവിടെ പോവുകയാണ്. പിന്നീടാണെങ്കിൽ ഈ ഒരു വില്ലാണെങ്കിൽ പല സ്ഥലങ്ങളിലും വെച്ച് ഈ കുറച്ചു നേരം മുമ്പ് കേട്ട പോലത്തെ സൗണ്ടുകളും കാരണം പിന്നെയും പിന്നെയും കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് എന്ന് അറിയാനായിട്ടാണെങ്കിൽ വില്ലാണെങ്കിൽ ആ ഒരു വീട് മൊത്തം തപ്പുകയാണ്. അന്നേരമാണെങ്കിൽ ഒന്നിലധികം പ്രേതങ്ങളെ ഈ ഒരു വില്ല് കാണുകയാണ്. അന്നേരം ആ ഒരു പ്രേതങ്ങളെല്ലാം പറയുകയാണ് നിന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, നിന്നെ ബലി നൽകാനൊന്നും കൊള്ളില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം ആ ഒരു നിന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് പൊക്കോണം എന്നൊക്കെ ആ പ്രേതങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു വില്ലാണെങ്കിൽ അവിടെ വിട്ട് പോവുകയാണ്. അന്നേരം ആ ഒരു വീടിൻ്റെ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ആണെങ്കിൽ തന്നെ ഉടുപ്പും കാലെല്ലാം ഇട്ട ഒരു പ്രേതമാണെങ്കിൽ അവിടെ നിന്ന് ടാറ്റ തരികയാണ് ആ ഒരു ജനലിൽ. അപ്പോൾ ഇത് കണ്ടെല്ലാം പോവുകയാണ്. പിന്നീടാണ് ആ ഒരു വില്ല് ചെല്ലുന്നതാണെങ്കിൽ തൻ്റെ പഴയ കാമുകിയുടെ വീട്ടിലേക്കാണ്. വില്ലിനെ ഉപേക്ഷിച്ച ആ ഉടനെ തന്നെയാണെങ്കിൽ കാമുകയാണെങ്കിൽ വേറെ ഒരു ബോയ് ഫ്രണ്ടിനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം വില്ലിന് മനസ്സിലാവുകയാണ് ഇനി തനിക്ക് അവിടെ പ്രത്യേകിച്ച് റോളും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഓർത്ത് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് തിരിച്ചു വരുന്നതാണെങ്കിൽ ആ കുറച്ച് നേരം മുമ്പത്തെ ഒരു പ്രേതാലയം ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ് തിരിച്ചു വരുന്നത്. അവിടെ വന്നപ്പോഴാണെങ്കിൽ പ്രേതങ്ങൾ പറയുകയാണ് നിന്നെ ഇവിടെ കണ്ടേക്കല്ലേ എന്നല്ല പറഞ്ഞേക്കണേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് തിരിച്ചു വന്നേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വില്ല് പറയുകയാണ് ഇനി എനിക്ക് പോകാനായിട്ട് വേറെ സ്ഥലമില്ല, ഇവിടെ നിന്ന് താമസിക്കാനായിട്ട് അനുവദിക്കണം എന്ന് പറയുകയാണ്. അന്നേരം ആ ഒരു പ്രേതങ്ങൾ യശോറിനോ ഒന്നും പറയാതെ അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് പോവുകയാണ്. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇത് വില്ല് പോയിട്ട് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള പാഡ്രിക്ക് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് ചെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു പാഡ്രിക്കിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഏമി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വരികയാണ്. അപ്പം ഈ ഒരു ഏമി ആണെങ്കിൽ ഈ ഒരു പ്രേതങ്ങളെ പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ വില്ലും പാട്രിക്കും കൂടെ ഈ ഏമിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുകയാണ്. പറഞ്ഞപ്പം ഏമി പറയാണ് ഞാൻ ആ പ്രേതങ്ങളെ പിടിക്കാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നിനും കൂടെ ഈ ഒരു വില്ല് ഇപ്പം താമസിക്കുന്ന ആ ഒരു വീട്ടിലൊക്കെ പോവുകയാണ്. ആ ഒരു വീടിൻ്റെ അകത്തൊക്കെ കയറിയപ്പം തന്നെയാണെങ്കിൽ ഈ ഒരു ഏമി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇവിടെ പ്രേതങ്ങളുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. അന്നേരം ഏമി പറയാണ് എനിക്ക് കുറച്ച് ഉപ്പ് വേണം എന്ന് പറഞ്ഞപ്പം വില്ല് കുറേ ഉപ്പ് എടുത്ത് ഈ ഒരു ഏമിയുടെ കൈ കൊടുക്കുകയാണ്. അന്നേരം ഏമിയും പറയാണ് ഈ ഒരു ചെറിയ കൂട്ടി താമസിക്കുന്ന റൂമിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു റൂമിലൊക്കെ പോയി കുറേ മന്ത്രങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് ഉപ്പ് അവിടെ വിതറുകയാണ്. അന്നേരം ഏമിക്ക് മനസ്സിലാവുകയാണ് ഇവിടെ പ്രേതങ്ങളല്ല ഉള്ളത്, ഒരു ഡീമൻ ആണോ ഉള്ളത് എന്ന് പറയുകയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ വേറെ ഒരു റൂമിൽ നിന്നാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുകയാണ്. ആ ഒരു സൗണ്ട് എന്താണ് എന്ന് അറിയാനായിട്ട് ഫാദർക്ക് പോയി നോക്കുകയാണ്. അന്നേരമാണെങ്കിൽ ഈ ഒരു ഡീമനാണെങ്കിൽ ഈ ഒരു ഏമീനാണെങ്കിൽ ബോധം കെട്ട് വീഴിക്കുകയാണ്. അന്നേരമാണെങ്കിൽ ആ ഒരു ഏമി പറയാണ് എനിക്ക് ഒരു പ്രേതങ്ങളെ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഡീമനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഏമി അവിടെ വീഴുന്നത്. അന്നേരമാണെങ്കിൽ ഈ ഒരു വില്ലാണെങ്കിൽ പാട്രിക്കെ നോക്കാൻ പോയപ്പോഴാണെങ്കിൽ അവൻ്റെ മേത്താണെങ്കിൽ ഡീമൻ കയറിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ ഒരു പാട്രിക്കൻ മേത്തുള്ള ഒരു ഡീമൻ പറയാണ് എനിക്ക് നിന്നെ വേണ്ടാത്തേ ഉള്ളൂ, ഇവിടെ എൻ്റെ കൂട്ടുകാരെ എനിക്ക് വേണം, എൻ്റെ ബലി ചെയ്യാനായിട്ട് എനിക്ക് അവർ വേണം എന്ന് പറയുകയാണ്. ഈ ഒരു പാട്രിക്കാണെങ്കിൽ ഈ ഒരു വില്ലിനെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വില്ലിനെ ഉപദ്രവിക്കുന്ന സമയത്താണെങ്കിൽ ഏമിക്ക് ബോധം വരികയാണ്. ഈ ഒരു ബോധം വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഈ ഒരു പാട്രിക്ക് വില്ലിനെ ഉപദ്രവിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത് ഏമിക്കാണെങ്കിൽ ഈ ഒരു ഡീമനാണെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു പാട്രിക്കിൻ്റെ മേത്തുള്ള ഈ ഒരു ഡീമനാണെങ്കിൽ ഈ ഒരു പാട്രിക്കിൻ്റെ മേത്ത് നിന്നും പുറത്ത് ചാടിക്കാനായിട്ട് ഈ ഒരു ഏമിയുടെ മന്ത്രവാദം കൊണ്ട് സാധിക്കും. അപ്പം അങ്ങനെ ഈ ഒരു പാട്രിക്കിൻ്റെ മേത്തു നിന്നും ആ ഒരു ഡീമനെ ഒഴിവാക്കിയിട്ടാണെങ്കിൽ ഇവർ മൂന്നുപേരും കൂടെ ആ ഒരു വീടിൻ്റെ പുറത്തേക്ക് വരികയാണ്. അതായത് പാട്രിക്ക് പറയാണ് നീ ഇവിടെ താമസിക്കണ്ട, നീ എൻ്റെ കൂടെ പോരെ എന്ന് പറയാണ്. അതായത് ഈ ഒരു വില്ല് പറയാണ് ഞാൻ ഇവിടെ തന്നെ താമസിക്കുകയാണ്, ഈ ഒരു ഡീമനെ കൊണ്ട് പുറത്തുള്ള വേറെ ആർക്കും വേറെ ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അന്നേരം ഈ ഒരു പാട്രിക്ക് പറയാണ് എൻ്റെ കൈക്ക് ഒടിവുണ്ട്, നമുക്ക് ആശുപത്രിയിൽ പോയി അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എടുക്കാം, എന്നിട്ട് നീ ഇവിടെ എന്താണെന്ന് ചെയ്തു എന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു പാട്രിക്കും ഈ ഒരു വില്ലും കൂടെ അവിടെ നിന്നും ഹോസ്പിറ്റലിൽ പോയിട്ട് ആവശ്യമായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഈ ഒരു വില്ല് തിരിച്ച് ആ ഒരു പ്രേതാലയത്തിലേക്ക് വരികയാണ്.
ഈ ഒരു സമയത്താണ് ഈ ഒരു വില്ലിന്റെ കാമുകിയായിട്ടുള്ള ഏമി അവിടെ വരുന്നത്. ഈ ഒരു വില്ലിന്റെ കാമുകിയുടെ പേരും ഏമി എന്നായിരുന്നു. അപ്പോൾ ഏമി അവിടെ വരുമ്പം ഈ ഒരു വില്ല് അവിടെ നിന്നും ആ ഒരു ഏമീനെ പറഞ്ഞു വിടാനായിട്ടാണ് നോക്കുന്നത്. അപ്പം എന്തൊക്കെ പറഞ്ഞിട്ടും ആ ഒരു ഏമി അവിടെ നിന്നും പോകാൻ തയ്യാറാവുന്നില്ല. അതിനുശേഷം അവർ രണ്ടിനും കൂടെ ആ ഒരു വീടിനകത്ത് കയറി കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ നേരമായിട്ടും വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ വില്ല് ചോദിക്കുകയാണ്, നമുക്കിനി ഇവിടെ കിടക്കാം, ഇന്ന് പോകണ്ട, നീ നാളെ പോകാം എന്നൊക്കെ പറയുകയാണ്. അന്നേരം ആ ഒരു ഏമി അതിനെ സമ്മതിക്കുന്നുണ്ട്. അപ്പം പിറ്റേ ദിവസം രാവിലെ ഒരു വില്ല് എഴുന്നേറ്റപ്പം കാണുന്നതാണെങ്കിൽ ഈ ഒരു ഏമിയുടെ മേത്താണെങ്കിൽ ഡീമൺ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ഈ ഒരു വില്ലിന്റെ മാനേജറെ വിളിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്താനായിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ ഈ ഒരു ഏമീനാണെങ്കിൽ ഒരു കസേരയിലാണെങ്കിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഈ ഒരു വില്ല് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഇടയ്ക്കാണെങ്കിൽ ഈ ഒരു ഏമിയുടെ സൗണ്ടും കാര്യങ്ങളും എല്ലാം കേട്ട് ഈ ഒരു മാനേജറാണെങ്കിൽ വില്ലിനെ നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട്. അതുമാത്രമല്ല ആ ഒരു ജോലിയിൽ നിന്നും പിരിച്ചു വിടുകയും ചെയ്യുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഈ ഒരു വില്ല് നല്ല വിഷമമാവുകയാണ്. കാര്യം തന്നെ കാമുകിക്ക് ഈ അവസ്ഥയായി, തന്നെ ജോലിയും പോയി, ഉണ്ടായിരുന്ന ഒരു വീടും ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നോർത്ത് നല്ലപോലെ വിഷമിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഫാഡറിക്കിൻ്റെ കൂട്ടുകാരി ഏമിയും ആ ഒരു വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് വന്നപ്പോഴാണെങ്കിൽ അവർ രണ്ടുപേരും ഈ ഒരു ഏമീനെ ഇങ്ങനെ കസേര കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നീ എന്താണ് നീ ചെയ്തത്, വേറെ ആരും ഇവിടെ വരാൻ പാടില്ല, ഇന്ന് 3:15 മുമ്പായിട്ടാണെങ്കിൽ ആ ഒരു ഏമിയുടെ ദേഹത്തു നിന്നും ആ ഒരു ഡീമനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏമീനെ ശരീരത്തോടെ കൂടി ഡീമനാണെങ്കിൽ നരകത്തിൽ കൊണ്ടുവന്നായിരിക്കും എന്ന് പറയുന്നത്. ഇതിനു ശേഷമാണെങ്കിൽ അവർ 3 പേരും കൂടെ ആണെങ്കിൽ ആ ഒരു വീട്ടിനകത്ത് ആ ഒരു എമ്മിനെ കെട്ടിയിട്ടിരിക്കുന്ന അങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ ആ ഒരു ഏമീനെ കാണാനായിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഒരു വില്ലിന്റെ കാമുകിയായിട്ടുള്ള ഏമീനെ അവിടെ കാണാനായിട്ടില്ല. അന്നേരം ഇത് ആകെ അവരെ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുകയാണ്. അന്നേരമാണ് ഈ ഒരു വീടിന്റെ പഴയ ഓണറായിട്ടുള്ള ആ ഒരു ഫാമിലി ആ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആണെങ്കിൽ ഈ ഒരു വില്ലാണെങ്കിൽ ആ ഒരു ഫാമിലിയോട് പറയുകയാണ്. അന്നേരം ഫാമിലി പറയാണ്, ഞങ്ങൾക്ക് ഈ കാര്യം നേരത്തെ അറിയായിരുന്നു, ഞങ്ങളെ മോളുടെ സമയത്താണ് ആദ്യമേ ഈ ഒരു ഡീമൻ കയറിയത്, ഞങ്ങളെ മോളെ രക്ഷിക്കാൻ വേണ്ടി വലിയായിട്ടാണ് നിന്നെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയത് എന്ന് ആ ഒരു ഫാമിലി ഈ ഒരു വില്ലിനോട് പറയാണ്. അന്നേരം ആ ഒരു വില്ല് പറയാണ്, എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ആ ഒരു ഏമീനെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പറയാണ്. അന്നേരം ആ ഫാമിലി ആണെങ്കിൽ ഇതിന് സമ്മതിക്കുന്നില്ല. ആ ഒരു സമയത്താണ് ആ താഴത്തെ റൂമിലേക്ക് പോകുന്ന ആ ഒരു വഴി അവിടെ നിന്നും ഏമി വന്ന് ഈ ഒരു വില്ലിനെ പിടിച്ചത് താഴത്തേക്ക് കിടന്നേ. അന്നേരം ഈ ഒരു ഫാഡറിക്കിന്റെ ഫ്രണ്ടായിട്ടുള്ള ആ ഒരു ഏമി ഉണ്ടല്ലോ, ആ ഒരു ഏമി പറയാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഈ ഒരു ഏമീനെ ഡീമന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ടാണെങ്കിൽ ഓജോ ബോർഡ് കളിക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് ഏമിക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു ഡീമാനാണെങ്കിൽ ഈ ഒരു ഏമിക്ക് കൊടുക്കാനായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു കേക്ക് നശിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഡീമനെ എന്നേക്കുമായിട്ട് ഈ ഒരു വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കൂ എന്ന് ഈ ഒരു ഏമി ഈ ഒരു വില്ലിനോടും പാട്രിക്കിനോടും പറയാണ്. ആ സമയത്താണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ആണെങ്കിൽ ആ ഒരു കേക്ക് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ ഒരു വില്ലിൻ്റെ കാമുകയായിട്ടുള്ള ഒരു ഏമി ഉണ്ടല്ലോ, അവളുടെ മേത്ത് നിന്നും ആ ഒരു കൊച്ചിൻ്റെ മേത്തേക്ക് മാറുകയാണ് ഈ ഒരു ഡീമന്. കൊച്ച് ഏതാന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ ആദ്യമേ ഒരു ഡീമൻ ഒരു കൊച്ചിൻ്റെ ശരീരത്തിൽ കയറുന്നുണ്ടല്ലോ, ആ ഒരു കൊച്ചിൻ്റെ ശരീരത്തേക്ക് പിന്നെയും ഡീമൻ കയറുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ അവരെല്ലാം ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ്. അന്നേരം ഈ ഒരു ഏമി ചോദിക്കുകയാണ്, ഇവിടെ ഉപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണെങ്കിൽ വില്ല് പറയാണ്, ഇവിടെ ഉപ്പില്ല, ഉപ്പെല്ലാം തീരുന്നു എന്ന് പറയുകയാണ്. അന്നേരം പെട്ടെന്ന് തന്നെ വില്ല് ഓർക്കുകയാണ്, എൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതിലാണെങ്കിൽ അത് ആവശ്യത്തിന് അധികമാണെങ്കിൽ ഉപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്, അപ്പോൾ അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഉപ്പും ഉള്ള ആ ഒരു പേസ്റ്റ് സംഭവം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് അത് കുഴിയിലേക്ക് ഇടുകയാണ്. ഉപ്പുണ്ടെങ്കിൽ ആ ഡീമനാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ കുഴിച്ചുകൊണ്ടിരുന്ന കുഴിയാണെങ്കിൽ പെട്ടെന്ന് മൂടുക മാത്രമല്ല അവിടെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആർക്കും മാന്തിയും കുഴിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ അവിടെ ആവുകയാണ്. ആ ഒരു ഉപ്പിൻ്റെ എഫക്റ്റ് ആണെങ്കിൽ ഒത്തിരി നേരം നീണ്ടുന്നില്ല. പെട്ടെന്ന് തന്നെ ആണെങ്കിൽ ആ ഒരു ഡീമനാണെങ്കിൽ ആ കുഴി പിന്നെയും കുഴിക്കാനായിട്ട് തുടങ്ങി. കുഴിച്ച് പെട്ടെന്ന് തന്നെ ആണെങ്കിൽ ആ ഒരു കൊച്ചിനെ കൊണ്ട് ആ നരകത്തിലേക്കുള്ള ആ ഒരു കുഴിയിലേക്ക് പെട്ടെന്ന് ചാടി. അപ്പോൾ ഇത് കണ്ട് വില്ലിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ആ ഒരു കേക്ക് കണ്ടുപിടിച്ച് ആ ഒരു കേക്ക് നശിപ്പിക്കുകയാണ്. ആ ഒരു കേക്ക് നശിപ്പിച്ച ഉടനെ ആണെങ്കിൽ ആ ഒരു കുഴിയിലേക്ക് ചാടിയ ആ ഒരു കുട്ടി ഉണ്ടല്ലോ, ആ ചാടിയ ആ ഒരു സ്പീഡിൻ്റെ ഇരട്ടി സ്പീഡിലാണെങ്കിൽ മുകളിലേക്ക് കയറി വരികയാണ്.
അപ്പോൾ ഇവിടെ കൊണ്ട് ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടും കഴിഞ്ഞു. എന്നിട്ടാണെങ്കിൽ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഈ ഒരു ഫാമിലി ആണെങ്കിൽ ഈ ഒരു ബില്ലിനോട് ചോദിക്കുകയാണ്, പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം, അല്ലെങ്കിൽ വേറെ വീട് നോക്കാം എന്നൊക്കെ ഒരു ഫാമിലി ബില്ലിനോട് പറയാണ്. അപ്പോൾ ഈ വില്ല് പറയാൻ, ഞാൻ ഇവിടെ താമസിക്കാം, കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിട്ടുപോയ കാമുകീനെ എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ഈ വീട് കാരണമാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഈ വീട്ടിൽ താമസിക്കുവാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ താമസിക്കാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടാണ് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതിലെല്ലാവർക്കും ബൈ.